ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ ഒരു വീഡിയോ. ഇത് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് എന്ന ഈ ഒരു ടാബിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യമെല്ലാം കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റാരോ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് റിമൂവൽ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഇത് ആരാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആദ്യമായി ഞാൻ ഇത് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ റിക്വസ്റ്റ് റിമൂവൽ എന്നത് കൊടുത്തതിന് ശേഷം ടൈപ്പ് ഓഫ് വീഡിയോ എന്നത് ഞാനിവിടെ വീഡിയോ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇൻ്റർനെറ്റ് വീഡിയോ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ സോഴ്സ് ഓഫ് വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ ആണ് മറ്റൊരാൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 100% മാച്ചിങ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരുന്നത്. അതിനാൽ ഫ്രം യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് ചാനലിൽ പോയി അവരുടെ ഈ ഒരു ലിങ്ക് എല്ലാം എടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഇതിൻ്റെ ലിങ്കും അതുപോലെ അവരുടെ ലിങ്കും നമുക്ക് ഇതിൽ കൊടുക്കണം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഷോർട്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ആണ് മറ്റുള്ളവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലിങ്ക് ഒറിജിനൽ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൈ വീഡിയോ URL എന്ന ഭാഗത്ത് ഞാൻ ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇതിൻ്റെ ഈ ഒരു കുറച്ച് സ്നാപ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഏത് ഭാഗമാണ് വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റയർ വീഡിയോ, അതായത് മുഴുവൻ വീഡിയോ അതുപോലെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനായി മുഴുവനായി എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മാച്ച് എന്നതിൽ വന്നതിന് ശേഷം നമ്മുടെ വീഡിയോ യൂസ് ചെയ്തിരിക്കുന്ന, അതായത് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇത്തരത്തിൽ ഞാൻ ഇത് കോപ്പി ചെയ്ത് ഈ ഒരു ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റർ വീഡിയോ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫിൽ ചെയ്യേണ്ടി വരും. അതായത് ആരാണ് ഈ കോപ്പിറൈറ്റ് ഓണർ എന്നത്. അപ്പോൾ എന്നെ തന്നെയാണ് ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഞാൻ ഇവിടെ അഫക്റ്റഡ് പാർട്ടി മൈസെൽഫ് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ കോപ്പിറൈറ്റ് ഓണർ നെയിം എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഇവിടെ കംപ്ലീറ്റ് ആയി കൊടുക്കുന്നുണ്ട്. നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം താഴെയായി ചോദിക്കുന്നത് ഫോൺ നമ്പർ റിക്വയർഡ് എന്നാണ്. അതായത് നമ്മുടെ കൺട്രി കോഡ് എല്ലാം കൊടുത്ത് നമ്മൾ ഇവിടെ ഫോൺ നമ്പർ എല്ലാം എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ റിലേഷൻഷിപ്പ് ടു കോപ്പിറൈറ്റ് കണ്ടന്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓണർ എന്നാണ് കൊടുക്കുന്നത്, കാരണം എൻ്റെ തന്നെ വീഡിയോ ആണ്. അതിനുശേഷം കൺട്രി എന്ന ഭാഗത്ത് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ അഡ്രസ്സ് എല്ലാം കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ സ്ട്രീറ്റ് അഡ്രസ്സ്, നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് എല്ലാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അഡ്രസ്സ്, അതുപോലെ സ്റ്റേറ്റ്, സിപ്പ് കോഡ്, സിറ്റി, സ്ട്രീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമതായി നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ റിമൂവൽ ഓപ്ഷൻസ് എന്നാണ് വന്നിരിക്കുന്നത്. സെൻഡ് എ 7 days നോട്ടീസ് എന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വൺസ് ദി റിക്വസ്റ്റ് ഈസ് വാലിഡേറ്റഡ് യൂട്യൂബ് ഗിവ്സ് ദി അപ്ലോഡർ 7 days ടു റിമൂവ് എ വീഡിയോ ആൻഡ് അവോയ്ഡ് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 7 ദിവസം ഇത് അവർക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു സമയമെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതായി ഇവിടെ സ്റ്റാൻഡേർഡ് റിക്വസ്റ്റ് റിമൂവൽ നൗ എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു 7 days നോട്ടീസ് ഒന്നും അവർക്ക് ലഭിക്കില്ല. അവർക്ക് ഇത് ഡയറക്റ്റായി ഈ ഒരു വാലിഡേഷൻ എല്ലാം കഴിയുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ എല്ലാം റിമൂവ് ആകും. അതുപോലെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്ക് അവർക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി പ്രിവെൻറ്റ് ഫ്യൂച്ചർ കോപ്പീസ് ഓഫ് ദിസ് കണ്ടന്റ് ഫ്രം അപ്പിയറിംഗ് ഓൺ യൂട്യൂബ് എന്നെല്ലാം കൊടുക്കാം. അപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാം കോപ്പി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി എല്ലാം വരുന്നതെല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ലീഗൽ എഗ്രിമെൻറ്റ്സ് എല്ലാം തന്നെ കറക്റ്റായി നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം എല്ലാം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സിഗ്നേച്ചർ എന്ന ഭാഗത്ത് ഇവിടെ ഗവൺമെൻറ് ID, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് കറക്റ്റായി എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ
സബ്മിറ്റ് എന്നതിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.